കോളേജിൽ കലോത്സവം തുടങ്ങിയിട്ട് ഒരു 3-4 ദിവസമെങ്കിൽ ഞാൻ ഇന്നേ വരെ ആ പരിസരത്തോട്ട് പോയില്ല. എന്നാ പിന്നെ ഇന്ന് നമുക്കൊന്ന് കലോത്സവം കാണാൻ പോയേക്കാം. ചർക്ക എന്ന കോളേജ് കലോത്സവത്തിന് പേരിട്ടേക്കുന്നത്. ഫസ്റ്റ് ഗേറ്റ് തൊട്ട് സെക്കൻഡ് ഗേറ്റ് വരെ ഇതുപോലെ നീലയും വെള്ളയും തോരണങ്ങൾ കുറേ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. ഓഡിറ്റോറിയത്തിന്റെ ഫ്രണ്ടിൽ റൈറ്റ് സൈഡിലായിട്ട് ഫുഡ് കോർട്ടും ഉണ്ട്. നമുക്കിങ്ങനെ പുറത്തു നിന്ന് കണ്ടാൽ പോലെ നമുക്കിനി ഓരോ സ്റ്റേജിലും പോയി കാണാം. ഫസ്റ്റ് സ്റ്റേജ് ഓഡിറ്റോറിയം. ഫസ്റ്റ് സ്റ്റേജിന്റെ പേര് ഗാന്ധിനഗർ. ഗാന്ധിയുടെ നെഹ്റുവിന്റെ ഒക്കെ പടങ്ങളും വരച്ചു വെച്ചിട്ടുണ്ട്. കുറേ പെൻസിലുകളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നേരെ ഓഡിറ്റോറിയം കയറി നോക്കിയപ്പോഴാണെങ്കിലോ അവിടെ ഒന്നും പരിപാടി തുടങ്ങിയിട്ടേ ഇല്ല. പരിപാടി തുടങ്ങാനുള്ള സമയമാവുന്നേ ഉള്ളൂ. എന്നാൽ പിന്നെ നമുക്ക് അകത്തോട്ട് പോവാം. അകത്തോട്ട് കയറി പോകുമ്പോഴേ റൈറ്റ് സൈഡിൽ കുറേ പടങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട്. ഈ പടങ്ങളെല്ലാം വരയ്ക്കുന്നത് ഇതെല്ലാം സെറ്റ് ചെയ്യുന്നു ഹാഷിമിക്കയാണ്. കോളേജ് കലോത്സവത്തിന്റെ പേര് ചർക്ക എന്നായതുകൊണ്ട് തന്നെ കോളേജിന്റെ ഫ്രണ്ടിൽ സമരമരത്തിന്റെ അടുത്തായിട്ട് ഒരു ചർക്കയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ നേരം അതെല്ലാം നിന്ന് കണ്ടിട്ട് നേരെ സെക്കൻഡ് സ്റ്റേജിലോട്ട് പോയി. സെക്കൻഡ് സ്റ്റേജിന്റെ ഫ്രണ്ടിലിരിക്കുന്ന ഈ മയിലില്ലേ, അതെല്ലാം ഹാഷിമിക്കയുടെ കലാവിരുദ്ധകളാണ്. ഈ മയിലിനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് തെങ്ങിന്റെ മടലും പനയോലും ഒക്കെ വെച്ചിട്ടാണ്. ഈ മയിലിനെ ദൂരേന്ന് കാണാൻ ഒരു പ്രത്യേക ഭംഗി. അങ്ങനെ മയിലിനെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ സെക്കൻഡ് സ്റ്റേജിലോട്ട് പോയി. സെക്കൻഡ് സ്റ്റേജ് ഓപ്പൺ ഓഡിറ്റോറിയം. അവിടെ ഇന്ന് മോണോ ആക്റ്റും മിമിക്രിയും അങ്ങനെയുള്ള പരിപാടികളൊക്കെ. ഞങ്ങൾ അവിടെ ചെന്നപ്പോഴേ ഒരു മോണോ ആക്ട് അടക്കായിരുന്നു. കുറച്ചു നേരം ഞങ്ങൾ അതൊക്കെ നോക്കിയിട്ട് ഞാനും പാറും കൂടെ അടുത്ത സ്റ്റേജിലോട്ട് പോയി. പോകുന്ന വഴിക്ക് ദേ ഞങ്ങൾ ഫുഡ് കമ്മിറ്റിക്കാരെ കണ്ട്. കാർത്തിക് കഴിഞ്ഞ വർഷം ഫുഡ് കമ്മിറ്റിയിലായിരുന്നു. ഈ വർഷം ഫുഡ് കമ്മിറ്റിയിൽ തന്നെ. കുറ്റം പറയലല്ലോ, ഇവൻ കഴിഞ്ഞ വട്ടം ഫുഡ് കമ്മിറ്റി നിന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കറക്റ്റ് ടൈമിന് ചായ സ്നാക്സും ഒക്കെ കിട്ടുമായിരുന്നു. എക്സ്ട്രാ ഉണ്ടെങ്കിൽ അതും കൊണ്ടുവരുമായിരുന്നു. അവനെ കണ്ടിട്ട് നേരെ സെമിനാർ ഹാളിലോട്ട് പോയി. അവിടെയാണ് തേർഡ് സ്റ്റേജ്. തേർഡ് സ്റ്റേജ് ഫുൾ പാട്ടിന്റെ സെക്ഷൻ ആയിരുന്നു. ഇന്ന് അന്നയുടെ പാട്ടുണ്ട്. അത് കേൾക്കാൻ വേണ്ടി കുറച്ചു നേരം ഞങ്ങൾ അതിനകത്ത് കയറിയിരുന്നു. കുറച്ചു നേരം അവിടെ ഇരുന്ന് അന്നയുടെ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾക്ക് കുറച്ചധികം നേരം ഞങ്ങൾക്ക് അവിടെ തിരിക്കാൻ നല്ല മടിയായതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റേജ് മാറി കളിക്കും. ഈ കലാവിധകൾക്ക് പിന്നിൽ ഹാഷ്മിക്കയുടെ കൂടെ നിൽക്കുന്ന ടീംസ് ഒക്കെയാണ് ഈ പോകുന്നത്. അങ്ങനെ അവരെയും കണ്ട് ടാറ്റാബായ് പറഞ്ഞ് താഴെ ചെന്നപ്പോഴത്തേക്കും ദേ നിൽക്കുന്ന അടുത്ത യൂട്യൂബർ. അങ്ങനെ കുറച്ചു നേരം അവളുടെ വീഡിയോസും എടുത്തിട്ട് ഞങ്ങൾ നേരെ ഓഡിറ്റോറിയത്തിൽ. അപ്പോഴത്തേക്കും അവിടെ നാടോടി നൃത്തവും തുടങ്ങി. ദേ ആ വീഴുന്നതില്ലേ, അത് വിഭജിക്കുകയാണ്. എനിക്കും പാറുവിനും ഇതിന്റെ ABCD ഒന്നും അറിയത്തില്ലെങ്കിലും ഞങ്ങൾ കുറേ നേരം ഇരുന്ന് അതൊക്കെ കണ്ടുകൊണ്ടിരുന്നു. അപ്പോഴത്തേക്കും പാത്തും ലച്ചും കോകുലേട്ടനും ദേവും എല്ലാവരും വന്നു. പിന്നെ കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് കഥ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് കഥ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ലഞ്ച് ബ്രേക്ക് ആയി. അപ്പോഴത്തേക്കും ഞങ്ങളും വെളിയിറങ്ങി. ദേ ആ പിള്ളേർ ഒരുങ്ങി നിൽക്കുന്നുണ്ടില്ലേ, ഉച്ച കഴിഞ്ഞുള്ള തിരുവാതിരയ്ക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുക. അങ്ങനെ ഉച്ച കഴിഞ്ഞുള്ള തിരുവാതിരയും കഴിഞ്ഞ് ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും വെളിയിൽ വന്ന് ഒരു ഐസ്ക്രീം മേടിച്ചു പിടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അകത്തുനിന്ന് നല്ല പരിചയമുള്ള ഒരു സൗണ്ട്. അങ്ങനെ പോയി ഓഡിറ്റോറിയത്തിനകത്ത് നോക്കിയപ്പോഴാണെങ്കിലോ ആരും ഇല്ലാത്ത ഓഡിറ്റോറിയത്തിനകത്ത് ഒറ്റയ്ക്ക് ഇന്ന് ഗാനമേള നടത്തിക്കൊണ്ടിരിക്കുക സഞ്ജു. അവന്റെ പാട്ട് കേൾക്കാൻ ഓഡിറ്റോറിയത്തിനകത്ത് ആരും ഇല്ലെന്നല്ല, അതാ ഇത്രയും പേരുണ്ട് സപ്പോർട്ട് ചെയ്ത്. ഇതിൽ കൂടുതൽ ആരാ വേണ്ടേ? അങ്ങനെ കുറച്ചു നേരം അവന്റെ പാട്ടൊക്കെ കേട്ടത് ഞങ്ങൾ നേരെ ഹോസ്റ്റലിൽ പോയി. അപ്പൊ ഓക്കെ ബൈ.